എല്ലാവർക്കും നമസ്കാരം. ശുഭാപ്തി വിശ്വാസത്തോടും ശുഭചിന്തകളോടും കൂടി ഇന്നത്തെ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ ക്ലാസ് ഉണ്ടായില്ല അല്ലേ? മറ്റൊന്നുമില്ല, സമയത്ത് കറണ്ടിന്റെ ചെറിയൊരു വേരിയേഷൻ വന്നുകൊണ്ടേയിരുന്നു. ചിലപ്പോ നെറ്റൊക്കെ പോയാലോ എന്ന് കരുതിയിട്ടാണ് ചെയ്യാതിരുന്നത്. യെസ്, എല്ലാവർക്കും സുഖമായിരിക്കുന്നു? സുഖം, സന്തോഷം. ഇന്നത്തെ ക്ലാസ്സിലേക്ക് നേരെ കിടക്കാം. കൂടുതൽ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് പറയാം. ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പൊ എല്ലാം റെഡി ആണല്ലോ? ടൈപ്പ് ചെയ്തോ. റെഡി ആയി കഴിഞ്ഞാൽ നമുക്ക് വളരെ ഇന്നത്തെ ക്ലാസ് നമുക്ക് കുറച്ച് നിങ്ങളെല്ലാവരെയും ഞാൻ ക്ലാസ് പറഞ്ഞത് നമ്മൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് ക്ലാസ്സായിട്ട് പറഞ്ഞത്. പണത്തെ പറ്റി തന്നെയാണ് പറഞ്ഞത്. പക്ഷേ ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും, നിങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് ഒരു വർഷത്തോളമായിട്ട് എൻ്റെ കൂടെ ഉള്ളവരാണ്. ബാക്കി കുറച്ച് പേര് പുതിയ ആൾക്കാർ വളരെ കുറവാണ്. നമ്മൾ ഓൾറെഡി ഉള്ള ആൾക്കാർ തന്നെ അധികം വരും. ഓൾമോസ്റ്റ് ഞാൻ പറയുന്ന കോൺസെപ്റ്റ് ഒക്കെ ഏകദേശം മനസ്സിലായവരായതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് കേട്ടോ. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് കുറച്ചും കൂടി ഡീപ്പായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യത്തെ പറ്റിയിട്ടാണ്. നമ്മള് പരിധിയില്ലാത്ത പണം അല്ലെങ്കിൽ അത്ഭുതമായ പണം എന്നൊക്കെ നമുക്ക് ആവശ്യമാണ്. അതിനെപ്പറ്റിയൊക്കെ നമ്മൾ പറയും. പക്ഷെ അവിടെ ഒന്നും പറയുമ്പോഴൊന്നും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എന്നാൽ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്, അവിടെയൊന്നും അത്ഭുതകരമായിട്ടുള്ള ഒരു കാര്യം പറയുമ്പോഴും അതിൽ ചില സയൻസുകൾ ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് തന്നെയാ പറയാം. അല്ലാതെ കൺകെട്ട് വിദ്യകളൊന്നും നമ്മൾ പറയാറില്ല. നമുക്കതിന്റെ ഒരു രീതിയുമില്ല. പക്ഷെ പലർക്കും അത് മനസ്സിലാവുന്നില്ലല്ലോ. ഞാൻ ഉദാഹരണത്തിന് പറഞ്ഞാൽ, കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ഒരു ക്ലാസ്സിൽ പങ്കെടുക്കുന്ന ഒരാള് അവർക്ക് ഏതോ സിറ്റുവേഷനിൽ കടന്നുപോയി, സാമ്പത്തികമായിട്ട് വിഷയം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർ കിട്ടാനുള്ള കാശ്, ഒരുപാട് പൈസ കിട്ടാനുണ്ട്. അങ്ങനെയാണല്ലോ നമുക്ക് വരുന്നത്. വെറുതെ ആർക്കും സാമ്പത്തിക വിഷമങ്ങൾ ഉണ്ടാവില്ല. ചിലപ്പോൾ കിട്ടേണ്ട കാശ് കൃത്യമായി കിട്ടാത്തത്, അല്ലെങ്കിൽ ബാങ്ക് ലോണുകൾ, ഇങ്ങനെയൊക്കെയാണ് സാധാരണയായിട്ട് ആൾക്കാർക്ക് വിഷയമുള്ളൂ. അപ്പൊ അവർക്ക് കിട്ടാനുണ്ടായ പൈസ പെട്ടെന്ന് നമ്മളൊരു മെഡിറ്റേഷൻ കഴിഞ്ഞപ്പോൾ തന്നെ പെട്ടെന്ന് അവർക്കത് സംഭവം കുറെ കാലങ്ങളായിട്ട് ബ്ലോക്കായി നിന്നൊരു കാശ് പെട്ടെന്ന് കിട്ടി. അപ്പൊ ആ സന്തോഷത്തിന് അവര് അത് പറയുകയും ചെയ്തു. പറഞ്ഞ് നമ്മളൊരു റീൽസ് ആയിട്ടു. പക്ഷെ ഞാൻ കൃത്യമായി ആ റീലില് 1 മിനിറ്റുള്ള റീലിൽ കൃത്യമായി പറയുന്നുണ്ട്, എനിക്ക് കിട്ടാനുള്ള കാശ് വളരെ പെട്ടെന്ന് തന്നെ കിട്ടി, വലിയൊരു എമൗണ്ട് ആണ്, എനിക്ക് സന്തോഷമായി, സാറിന്റെ മെഡിറ്റേഷനിൽ പങ്കെടുത്തപ്പോൾ സന്തോഷമായി എന്ന് മുഴുവൻ പറയുന്നുണ്ട്. ഞാൻ പറയുന്നത് നിങ്ങളോടല്ല, ഇതിപ്പോ ഞാൻ പറയുന്നത് നാളെ ഫേസ്ബുക്കിലോ യൂട്യൂബിലോ ഞാൻ ഈ സംസാരിക്കുന്നത് അപ്ലോഡ് ചെയ്യാൻ തന്നെയാണ് പറയുന്നത്. അതുകൊണ്ട് അവർക്കുള്ള മറുപടിയാണ് ഈ പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട, നിങ്ങൾക്കുള്ള മറുപടി അല്ലത്. പക്ഷെ ഒരു 1 മിനിറ്റ് നേരത്തെ റീലാണ് പറയുന്നത്, എനിക്ക് സാറിന്റെ മെഡിറ്റേഷനിൽ പങ്കെടുത്തപ്പോൾ എനിക്ക് കിട്ടാനുള്ള കാശ് പെട്ടെന്ന് കിട്ടി, താങ്ക് യു സാർ, താങ്ക് യു, എത്ര ലക്ഷം രൂപയുടെ കാര്യം പറയുന്നുണ്ട്, കിട്ടി എന്ന് വളരെ കൃത്യമായി പറയുന്നുണ്ട്. പക്ഷേ ആ വീഡിയോ എനിക്ക് തോന്നുന്നത് ഒരു 385,000ഓളം വ്യൂസ് ആ ഒരു റീലിനുണ്ടായി. ഒരു 4000 സംതിങ് കമന്റുകൾ അതിന് താഴെ ഉണ്ടായി. എനിക്കൊന്ന് 350-400, ഞാൻ ലാസ്റ്റ് നോക്കിയപ്പോൾ 400 മറ്റേ ഷെയറുകൾ ആ വീഡിയോക്ക് ഉണ്ടായി. നല്ല കാര്യം, സന്തോഷമുണ്ട്. പക്ഷേ എന്നെ അതിശയിപ്പിച്ചത് കാര്യം, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ കേരളത്തിലെ വളരെ വളരെ പോപ്പുലർ ആയിട്ടുണ്ടായിരുന്ന ഒരു മന്ത്രിയെ നേരിട്ട് കാണുന്ന സമയത്ത് ഇതേ കാര്യം സംസാരിക്കുകയുണ്ടായി. മന്ത്രി എന്നോട് പറഞ്ഞ ഒരു കാര്യമുള്ളൂ, നിങ്ങൾ ഇത്രയൊക്കെ മോട്ടിവേഷൻ മറ്റും കാര്യത്തിനല്ല, ഈ തൊഴിലില്ലായ്മയ്ക്ക്, ആൾക്കാരുടെ ഈ സാമ്പത്തിക പ്രശ്നത്തിന് പരിഹാരമായിട്ടുള്ള കാര്യങ്ങൾ പകർപ്പിക്കാൻ പറ്റില്ലേ എന്നുള്ള ചോദ്യം ഉണ്ടായി. അപ്പൊ ഞാൻ സാറിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്, സാർ ഇതാണ് കേരളത്തിന്റെ അവസ്ഥ എന്ന് പറയണ്ടേ. ഇതാരെയും കുറ്റപ്പെടുത്തി പറയണല്ല, ആൾക്കാരെ മനസ്സിലാക്കേണ്ട ചില പറ്റിയിട്ടാണ് പറയുന്നത്. ഈ വീഡിയോ കണ്ടിട്ട് ആ 1 മിനിറ്റ് വീഡിയോയിലുള്ള മുഴുവൻ കണ്ടന്റ് കേൾക്കാൻ പോലും സമയം മെനക്കെടുത്താതെ തൊട്ടടുത്ത നിമിഷത്തിൽ ഒരു 300-ലധികം കോളുകൾ എൻ്റെ അഡ്മിന്റെ മാത്രം വിളിച്ചു, ഞാൻ ഗൂഗിൾ പേ നമ്പർ തരാം, സാറിനോട് പെട്ടെന്നൊന്ന് കാശ് അയക്കാൻ പറയൂ, 25,000, 50,000, 2 ലക്ഷം, 3 ലക്ഷം, സാർ ഗൂഗിൾ പേ നമ്പർ തരാം, സാറിനോട് അയക്കാൻ പറയാം. എനിക്ക് ഇതുവരെ വരാത്ത കോളുകൾ എൻ്റെ യൂട്യൂബിൽ, എൻ്റെ മൊബൈലിലേക്ക്, എൻ്റെ ഗൂഗിൾ മീറ്റിലേക്ക്, അങ്ങനെ ഏതൊക്കെ മെത്തേഡിലേക്ക് ഉണ്ടാവും അത്രയും കോളുകൾ, 10-40ഓളം കോളുകൾ എനിക്ക് വരെ ഉണ്ടായി. അതിന് താഴെ കമന്റുകൾ മുഴുവൻ നോക്കിയാൽ മതി, മുഴുവൻ ആൾക്കാർ ഈ ഗൂഗിൾ പേ നമ്പർ തരാം, എനിക്ക് അയക്കാവോ എന്നൊക്കെ പറഞ്ഞിട്ടായി ഒരു കമന്റ്. ഞാൻ വീണ്ടും പറയുന്നു, അവരാരും കുറ്റപ്പെടുത്തിയല്ല. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കൂ,
കോമൺ സെൻസ്, സാധാരണ രീതിയിൽ കോമൺ സെൻസ് ആലോചിച്ച് നോക്കൂ. നമ്മളൊന്നും ചെയ്യാതെ, ഒരു പരിപാടിയും ചെയ്യാതെ, ഈവൻ ഒരു ടെക്നിക്കൊക്കെ പറയുമ്പോൾ നമ്മൾ കർമ്മത്തെ പറ്റി പറയുന്നു, അല്ലെങ്കിൽ ചെയ്യേണ്ട ഡ്യൂട്ടിയെ പറ്റി പറയുന്നു, ആക്ഷനെ പറ്റി പറയുന്നു. ഇതൊന്നും ചെയ്യാതെ കാശ് ഉണ്ടാക്കണം എന്ന് ചിന്തിക്കുന്ന ചിന്ത എവിടെ നിന്നാണ് വരുന്നത്? ബാക്കിയൊക്കെ പോട്ടെ, എവിടെ നിന്നാണ് ഈ ഒരു കോൺസെപ്റ്റ് വരുന്നത്? വെറുതെ ആരെങ്കിലും എനിക്ക് 2-3 ലക്ഷം തരണം എന്ന്, ഞാൻ തരണം എന്നല്ല പറഞ്ഞത്, അങ്ങനെ ചിന്തിക്കാനുള്ള തോന്നൽ എങ്ങനെയാ വരുന്നത്? ഇത് വളരെ അപകടം പിടിച്ചൊരു പോക്കിലേക്കാണ് നമ്മുടെ സമൂഹം പോകുന്നത്. വളരെ അപകടം പിടിച്ച കാര്യം. കാരണം എന്തുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇത്രയും ആൾക്കാരോട് പറയുന്നത് വെച്ചാൽ, ഈ അപകടം നമ്മുടെ വീട്ടിലുമുണ്ട്, നമ്മുടെ ചുറ്റുവട്ടത്തുമുണ്ട്. ഇത് വളരെ 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 അപകടം പിടിച്ച പരിപാടി. എവിടെയാന്ന് വെച്ചാൽ, വെറുതെ കിട്ടി ശീലിച്ചതിന്റെ വലിയൊരു തിക്ത അനുഭവമാണ്. ഇൻക്ലൂഡിങ് ഗവൺമെന്റ് അടക്കം സൗജന്യം എന്ന രീതിയിൽ കൊടുത്തതിന്റെയൊക്കെ അനുഭവങ്ങളാണ് ഇത് വരുന്നത്. ഒരാൾക്കും ഒരു കാരണത്താൽ ഒരു കാലത്തും വെറുതെ കാശ് കിട്ടില്ല. അങ്ങനെയാണെങ്കിൽ അതിന് കാശ് നല്ല പറയണേ, മറ്റൊന്നാണ്. ഇപ്പൊ ചാരിറ്റിക്ക് ഉണ്ടാവും, അത് വേറെയാണ്. ചാരിറ്റി കൊടുക്കുന്നത് നിങ്ങൾക്ക് ആൾക്ക് ഒരു വയ്യായ്മ ഉണ്ടായി എന്ന് പറഞ്ഞ് അവർ സഹായിക്കുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ എനിക്ക് 5 ലക്ഷം തരൂ ചാരിറ്റിക്ക്, 3 ലക്ഷം, അങ്ങനെ ആരും ചോദിക്കാറുണ്ടോ ചാരിറ്റി? ഇല്ല, അതല്ല വിത്തേട്. അപ്പൊ ഇത്തരം കാര്യങ്ങളിൽ നിന്നാണ് ഞാൻ ഇന്നത്തെ ക്ലാസ് നിങ്ങൾ സംസാരിക്കുന്നത്. ഞാൻ വീണ്ടും പറയണു, ഈ ചിന്താഗതിയിലാണ് വിഷയം. ഈ ചിന്താഗതിയെ മാറ്റാത്തിടത്തോളം, ഞാനിപ്പോ കുറെ ആൾക്കാരെ ഇന്റർവ്യൂ എടുക്കാറുണ്ട് ജോലി കൊടുക്കാൻ വേണ്ടിയിട്ട്. വളരെ ഞെട്ടിക്കുന്ന കാര്യമാണ് പുതുതലമുറയിലുള്ളത്. നമുക്ക് ആകെ ചെയ്യേണ്ടത് 8 മണിക്കൂർ ഡ്യൂട്ടിയാണ്. പണിയെടുക്കാൻ വയ്യ, ഒന്നിനെ പറ്റി അറിയില്ല, പണിയെടുക്കാൻ വയ്യ, പക്ഷെ ശമ്പളം വേണം. എത്ര വേണം? ഇന്ന് ഒരു ആവറേജ് കേരളത്തിൽ നമ്മൾ നിന്ന് ജീവിച്ചു പോകണമെങ്കിൽ ഒരു 20,000 25,000 രൂപയില്ലാതെ നമുക്ക് കേരളത്തിൽ ഉപജീവനം പറ്റില്ല. ഒരു കുടുംബത്തിൽ ജോലി അന്വേഷിക്കുന്ന കുട്ടികൾക്ക്, ജോലി എന്ത് സ്കില്ലുണ്ട്, എനിക്ക് 25,000 30,000 രൂപ ശമ്പളം വേണമെന്ന് പറയാൻ കുട്ടികൾക്ക് തയ്യാറല്ല. അവർ 6,000 8,000 10,000 കിട്ടിയാൽ, മാക്സിമം 10,000 കിട്ടിയാൽ സംതൃപ്തിയോടെ ആ ജോലിക്ക് പോകുന്നു. ജോലി ചെയ്യുന്നില്ല രണ്ടാമത്തെ കാര്യം. അതിനെപ്പറ്റി എങ്ങനെ ഒരു കുടുംബം ജീവിച്ചു കൊണ്ടുപോകാൻ പറ്റുമ്പോ 8,000 10,000 കിട്ടിക്കഴിഞ്ഞാൽ? പക്ഷെ അതേ ആളെ വിളിച്ചിട്ട് ഒരു കാര്യം ചെയ്ത്, നിനക്കിപ്പോ 10,000 അല്ലേ ശമ്പളം, നീ ഒരു സ്കില്ല് പഠിക്ക്, ഇതിലൊന്ന് ഡെവലപ്പ് ചെയ്യും, എന്നിട്ട് നീ 25,000 ശമ്പളം കിട്ടുന്ന ജോലി ഞാൻ തന്നെ തരാമെന്ന് പറഞ്ഞാൽ ഇല്ല, വരില്ല. സ്കില്ല് പഠിക്കാൻ തയ്യാറല്ല. ഇതെവിടുന്ന അവർക്ക്, കുട്ടികൾക്ക് എവിടുന്നാ കിട്ടിയത്? സ്വന്തം വീട്ടിൽ നിന്ന് തന്നെയാണ്. വീട്ടിൽ നിന്ന് ഇതേ സംഭവം കിട്ടിയാൽ മാത്രമേ കുട്ടികൾ, വീട്ടിൽ നിന്ന് വെച്ചാൽ വീട്, സമൂഹം, ഇതെല്ലാം പെട്ടതാണ്. ഞാനതിനെപ്പറ്റി കൂടുതൽ പറഞ്ഞാൽ ഒറ്റ കാര്യമുള്ളൂ, നമ്മൾ മാറണം, നമ്മുടെ ചിന്തകൾ മാറണം, വീട്ടിൽ നിന്ന് മാറണം. അതുകൊണ്ടാണ് ഞാൻ ഏറ്റവും കൂടുതൽ വീട്ടമ്മമാരെ ഫോക്കസ് ചെയ്യുന്നത്. കുട്ടികൾ അത്രയും നന്നായിട്ടില്ലെങ്കിൽ അതിന്റെ 80% ഉത്തരവാദിത്വം അമ്മയ്ക്കാണ്. കാരണം ഒരു കുടുംബം എങ്ങനെ ആയിരിക്കണമെന്ന് തീരുമാനിക്കുന്ന, കുടുംബത്തിലെ രീതികളൊക്കെ കൃത്യമായി ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന മക്കളെ, പ്രത്യേകിച്ച് ആൺമക്കളെയും പെൺമക്കളെയും രണ്ടുപേരെയും ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്നത് ഏറ്റവും നല്ലത് അമ്മയ്ക്കാണ്. കാരണം അമ്മ എപ്പോഴും മിതമായിരിക്കും, അച്ഛനെ പോലെയല്ല. അച്ഛൻ എപ്പോഴും തുണ്ടൻ രണ്ടായിരിക്കും. പക്ഷെ അമ്മയ്ക്ക് പറഞ്ഞ് മക്കളെ കൃത്യമായ രീതിയിൽ കൊണ്ടുവരാൻ പറ്റും. അതുകൊണ്ട് വീണ്ടും വീണ്ടും പറയുന്നു, മാറ്റം തുടങ്ങേണ്ടത് നമ്മുടെ അമ്മമാരിൽ നിന്നാണ്. അമ്മമാരിൽ മാറ്റം ഉണ്ടായാൽ മക്കൾക്ക് പറ്റില്ല, ഇല്ല, അല്ല എന്നതിനപ്പുറത്തേക്ക് എന്റെ മകനെ കൊണ്ട്, എന്റെ മകളെ കൊണ്ട് ഇത് പറ്റും എന്ന് പറയുകയാണ് അമ്മ വേണ്ടത്. അമ്മ മകൾക്കൊരു ജോലി അന്വേഷിക്കുന്നുണ്ടെങ്കിൽ, അമ്മ മകളെ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ, മക്കളെ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ, എന്റെ മക്കൾക്ക് ഇത് പറ്റും എന്ന് പറഞ്ഞ് പഠിപ്പിക്കണം. ഇത് എവിടെയോ പറ്റിപ്പോയ കാര്യങ്ങളാണ്. അമ്മയ്ക്ക് ആകെ സീരിയൽ നോക്കിയിരിക്കാൻ മാത്രമേ സമയമുള്ളൂ. കുട്ടികൾ എന്താണ് പഠിച്ചത്, എന്താണ് പഠിക്കുന്നതെന്ന് ശ്രദ്ധിക്കാൻ അച്ഛൻ പിന്നെ ഓക്കെ, അച്ഛനുമുണ്ട്, അച്ഛനും ഇൻഫ്ലുവൻസ് ഉണ്ട്, ഇല്ല എന്ന് പറയില്ല. പക്ഷേ ഞാൻ അവരോടൊരു റിക്വസ്റ്റ് ആണ്, മാറ്റം നിങ്ങൾ തുടങ്ങണം, വൈകരുത്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട്, അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ നിങ്ങളൊക്കെ ഓരോ ആളെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. മാറ്റം കുടുംബത്തിൽ നിന്നാണ്. നമ്മുടെ വീട് മാത്രം നന്നായാൽ മതി. നമ്മുടെ വീട്ടിൽ ഭർത്താവ് ഭാര്യയോട് പെരുമാറുന്നതും, ഭാര്യ ഭർത്താവിനോട് പെരുമാറുന്നതും, അമ്മയോടും അച്ഛനോടും നമ്മൾ പെരുമാറുന്നതും, അത് കണ്ടിട്ടാണ് നമ്മൾ കുട്ടികൾ വളരുന്നത്. കുട്ടികളെ ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല. കുട്ടികൾ വളരുന്നത് അച്ഛനും അമ്മയും എങ്ങനെ സമൂഹത്തോട് പെരുമാറുന്നു, എങ്ങനെ വീട്ടിൽ പെരുമാറുന്നു, എങ്ങനെ സ്വന്തം അച്ഛനും അമ്മയോടും സഹോദരങ്ങളോടും അച്ഛനമ്മയും പെരുമാറുന്നു, അതനുസരിച്ചാണ് കുട്ടികൾ പെരുമാറുന്നത്. അതുപോലെ അവർ ഒരു തർക്കമില്ല, 100% ഉറപ്പാണ്. അപ്പോ വീണ്ടും നമ്മൾ സബ്ജക്റ്റിലേക്ക് വരാം. ഞാൻ ഇന്ന് പറഞ്ഞത് ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ്. പണം നമുക്ക് വേണം എന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ട്, ഒരു തർക്കവും. അത് വേണമെന്ന് ആഗ്രഹിച്ചാലും ആഗ്രഹിച്ചില്ലെങ്കിലും അത് വേണമെന്ന സത്യം തന്നെയാണ്. ഇനിയിപ്പോ ഞാൻ പറയണം, ഓക്കെ, എനിക്കിത് ആഗ്രഹമേ ഇല്ല, നടക്കൂല, ഇതില്ലാണ്ട് ജീവിക്കാൻ സാധിക്കില്ല.
പക്ഷേ എവിടെയാണ് പ്രശ്നം? വീണ്ടും എന്തുകൊണ്ട് നമ്മുടെ കയ്യിൽ പണമില്ല? അല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം ഒരാൾ പറഞ്ഞതിനോട് എനിക്ക് ഒരു മാസം 4 ലക്ഷം രൂപ വരുമാനമുണ്ട്, പക്ഷേ 15-ാം തീയതി ആകുമ്പോഴേക്കും എല്ലാം തീർന്നു പോകുന്നു. എങ്ങനെ? എവിടെയാണ് തെറ്റ്? എവിടെയാണ് പാളിയത്? എവിടെയോ ഒരു പാളിച്ചുണ്ടല്ലേ? ഇത്രയും 4 ലക്ഷം വരുമാനം ഉണ്ടെങ്കിൽ എത്ര കഷ്ടപ്പെടേണ്ടി വരുന്ന ആലോചിച്ചു, എത്ര മണിക്കൂർ പണിയെടുക്കേണ്ടി വരുന്ന ആലോചിച്ചു, എത്ര ടെൻഷൻ, എത്ര വർക്ക് ചെയ്യേണ്ടി വരും. എന്നിട്ട് 15-ാം തീയതി തീരുകയാണെങ്കിൽ ആ അടുത്ത 15 ദിവസം കൂടി ഇതും മാനേജ് ചെയ്യണം, അതും മാനേജ് ചെയ്യണം. ഡബിൾ ആണ്. ഇതിന് പരിഹാരമാണ് കണ്ടെത്തേണ്ടത്. ഇത് മാത്രമാണ് വിഷയമുള്ളത്. 10,000 രൂപ ശമ്പളം കിട്ടുന്ന ആളുണ്ടെങ്കിൽ എന്തുകൊണ്ട്, ചോദ്യം അവരോട് സ്വയം ചോദിക്കേണ്ട ചോദ്യം, എന്തുകൊണ്ട് എനിക്ക് 25,000 രൂപ ശമ്പളമുള്ള ജോലി ഇല്ല? എനിക്ക് ജോലി ഇല്ല എന്നല്ല, എന്തുകൊണ്ട് എനിക്ക് 25,000 രൂപ ജോലിയുള്ള ശമ്പളമുള്ള ജോലി ഇല്ല? അവിടെ അവർക്ക് തുടങ്ങാൻ പറ്റും. അല്ലെങ്കിൽ ഒരു ജോലിയും ഇല്ലേ, എനിക്കൊരു ജോലിയുമില്ല എന്ന് പറഞ്ഞ് നടക്കുകയല്ല വേണ്ടത്. എന്നെ കൊണ്ട് എന്ത് ജോലി ചെയ്യാൻ പറ്റും? ഈ ചോദ്യത്തിലേക്ക് പോകും. ഈ ചോദ്യത്തിലേക്ക് പോകാന്ന് പറഞ്ഞാൽ ഞാൻ മറ്റാരോടും പോയി ചോദിക്കാനല്ല ഈ പറയണത്. മറ്റു പുറമേ പോയിട്ട് അപ്പുറത്തെ വീട്ടിലും ഷോപ്പിലും ഒക്കെ പോയിട്ട് എനിക്ക് ജോലി തരുമോ എന്ന് ചോദിക്കണം എന്നല്ലേ പറഞ്ഞത്. സ്വയം ചോദിച്ചു നോക്കുക. ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമുക്ക് തെറ്റുപറ്റുന്നത് നമ്മൾ യഥാർത്ഥത്തിൽ വേണ്ടതിനെ സ്വയം ചോദിക്കുന്നില്ല. ഇല്ല പണമില്ല, ഇതിൽ ആ ഇല്ലായ്മയിൽ മാത്രം പോകുക എന്നല്ലാതെ എന്തുകൊണ്ട് എനിക്കാവില്ല, എന്നെ കൊണ്ട് എന്തുകൊണ്ട് പറ്റില്ല എന്ന ചോദ്യത്തിലേക്ക് വന്ന ഉത്തരം കിട്ടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒന്ന് ടൈപ്പ് ചെയ്ത് എല്ലാവരും. സ്വയം അവനവൻ കിട്ടും, എനിക്ക് എന്നെ കൊണ്ട് സാധിക്കുമെന്ന് തീരുമാനിച്ചാൽ നടക്കാത്ത കാര്യങ്ങളായിട്ടുണ്ട് എന്നാണോ പറയുന്നത്? നിങ്ങൾ ഒന്ന് നോക്കിയേ, ടൈപ്പ് ചെയ്യേ, യെസ് ഓർ നോ. ഞാൻ പറയുന്നു, സ്വയം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനെല്ലാം ഉത്തരം കണ്ടെത്താൻ പറ്റും. യെസ് ഓർ നോ? യെസ്. ഓക്കെ. ഇനി അടുത്തൊരു കാര്യം പറയാം. ചിലവർ പറയും, അതെ 10-65 വയസ്സായി ഇനി എന്താവാൻ? വേണ്ട. നിങ്ങൾ പഠിച്ച കാര്യം നിങ്ങളെ മക്കളെ പഠിപ്പിക്കാൻ പറ്റില്ലേ? അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ലേ? ഇപ്പൊ എത്ര അമ്മമാര് നമ്മളെ വീഡിയോ കണ്ടതിന് ശേഷം മക്കൾക്ക് അയച്ചു കൊടുത്തിട്ട് മക്കള് നമ്മുടെ ക്ലാസ്സിൽ വരുന്നുണ്ടെന്നറിയോ? എത്ര പേരുണ്ടെന്നറിയോ? മക്കൾക്ക് സ്ഥിരം അയച്ചു. എത്ര അമ്മമാർക്ക് മക്കൾ അയച്ചു കൊടുക്കുന്നുണ്ടെന്നതിന്റെ വേറെ കാര്യം. പക്ഷെ എത്ര അമ്മമാര് മക്കൾക്ക് അയച്ചു കൊടുത്തിട്ട് മക്കൾ നിരന്തരം കാണുന്നു, ആണും പെണ്ണും വ്യത്യാസം വെച്ച് കാണുന്നു, ഫോളോ ചെയ്യുന്നു, കാര്യങ്ങൾ പറയുന്നു. ഇതൊക്കെയല്ലേ ഏറ്റവും വലിയ ഗിഫ്റ്റ്. നിങ്ങൾ അയച്ചു കൊടുത്തത് എന്താ? ഏറ്റവും കൂടുതൽ ആൾക്കാർ അയച്ചു കൊടുക്കുന്നത് എന്താണെന്നറിയോ? മക്കൾക്ക് അയച്ചു കൊടുക്കാറുണ്ട് അപ്പന്മാര്. എന്നറിയോ? സീരിയലിന്റെ റീൽസ് കട്ട് ചെയ്തിട്ട്, അല്ലെങ്കിൽ സെലിബ്രിറ്റിയുടെ വീഡിയോസ് അല്ലേ കണ്ടോടി, അല്ലെങ്കിൽ അപ്പുറത്തെ എവിടെയെങ്കിലും പരദൂഷണം പറയുന്നുണ്ടെങ്കിൽ അല്ല, അങ്ങനെയുള്ള ഇപ്പൊ ഇവിടെയല്ല, നിങ്ങൾ ഇവിടെ എന്റെ മുമ്പിൽ ഇരിക്കുന്നവരല്ല ഞാൻ പറഞ്ഞു, യൂട്യൂബ് കാണുന്ന പുതിയ ആൾക്കാരുണ്ടെങ്കിൽ അവർ കോമൺ ആയിട്ടുള്ള ആൾക്കാരുടെ കാര്യം. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾ അതിയായ ഒരു കാര്യത്തെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ലഭിക്കുക തന്നെ ചെയ്യും. പക്ഷെ അവിടെ ഒരു വിഷയം വീണ്ടും കിടക്കണു. ഈ അതിയായ ആഗ്രഹം എന്ന് പറയുന്നതിനെ നിങ്ങൾ ഏത് വികാരത്തോടെയാണ് കാണുന്നത് എന്നാണ്. നമ്മള് സാധാരണ ഇതിൽ നമ്മൾ പറയേണ്ടത് എല്ലാവർക്കും ഉള്ളൊരു കാര്യമാണ്, ഡിസംബർ 31-ാം തീയതി അല്ലെങ്കിൽ ജനുവരി 1-ാം തീയതി ഒരു പ്രതിജ്ഞ എടുക്കും. എന്താ അറിയോ? ഈ വർഷം മുതൽ ഞാൻ നന്നായി എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യും, ഞാൻ വളരെ ഡിസിപ്ലിനായി, ഞാൻ വെയിറ്റ് കുറക്കും, ഞാൻ അത് ചെയ്യും, ഞാൻ ജിമ്മ് തുടങ്ങും. ഞങ്ങളെ പോലുള്ളവർക്ക് ചാകരയാണ് ഡിസംബർ മാസത്തിൽ. എന്താ അറിയോ? വിഷൻ ബോർഡ് പഠിപ്പിക്കുക, ഗോൾ സെറ്റിംഗ് പഠിപ്പിക്കുക, അതൊക്കെ പഠിപ്പിക്കുക ചാകരയാണ്. പ്രത്യേകിച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ട്, ഡിസംബർ മാസത്തിൽ ഞാൻ ഈ ക്ലാസ് വെക്കുകയില്ല, ഗോൾ സെറ്റിംഗ് ക്ലാസ് വെക്കാറേയില്ല. കാരണം എന്താ? അത് വെറും നീർക്കുമിള പോലെയായി പോകും. ജനുവരി 1-ാം തീയതി അത് കൃത്യം ചെയ്യും, 2-ാം തീയതി ചെയ്യും, 3-ാം തീയതി ചെയ്യും, 4-ാം തീയതി ചെയ്യും, 5-ാം തീയതി ചെയ്യും, 6-ാം തീയതി രാവിലെ എഴുന്നേക്ക് കുറച്ച് ലേറ്റ് ആവും, 7-ാം തീയതി പതുക്കെ പോകും. ഞാനും നിങ്ങളും ഒക്കെ അടക്കമുള്ള സമൂഹത്തിന്റെ കാര്യമായി പറഞ്ഞു. അപ്പൊ ലക്ഷ്യമില്ലാന്നിട്ടല്ല, ഭയങ്കരമായ ആഗ്രഹമുണ്ട് ഇത് ചെയ്യാനായിട്ട്, ഭയങ്കരമായ ആഗ്രഹത്തോടെയാണ് ചെയ്യുന്നത്. പക്ഷേ കയ്യിൽ നിന്ന് പോകുന്നു. എന്തുകൊണ്ടാണ്? ഇവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഭാരതീയ സംസ്കാരത്തിൽ, നമ്മുടെ സംസ്കാരത്തിൽ നിങ്ങൾ യോഗ അങ്ങനെയുള്ള പല കാര്യങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങളൊരു കാര്യത്തെ പറ്റി കേട്ടിട്ടുണ്ടാവും, സങ്കല്പം എന്ന് പറയും. ഇപ്പൊ ദൈവത്തിന് മുമ്പിൽ പോയി പ്രാർത്ഥിച്ചാൽ അവൻ എന്താ പറയാ, അവിടെ പൂജാരി പറയും, എന്താണ് വിഷയം? ഓക്കെ, എനിക്ക് കുടുംബത്തിന് സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാവണം, സമ്പൽ സമൃദ്ധി ആരോഗ്യം ഐശ്വര്യം ഒക്കെ ആണെന്നുണ്ട്. അപ്പൊ അവൻ തിരുമേനി കുറച്ച് ശ്ലോകമൊക്കെ ചൊല്ലും, എന്നിട്ട് പറയും, നിങ്ങൾ എന്താണോ മനസ്സിൽ വിചാരിച്ചതല്ല ദൈവത്തിന് മുമ്പിൽ സങ്കല്പം ചെയ്തിട്ട്, അല്ലേ, ദൈവത്തിന് മുമ്പിൽ നിങ്ങളെല്ലാം സങ്കല്പം ചെയ്തിട്ട് പ്രാർത്ഥിച്ചോളൂ, കിട്ടും. നിങ്ങൾ എത്ര പേര് സങ്കല്പം ചെയ്തിട്ടുണ്ട്? വാക്ക് വളരെ ലളിതമാണ്. നിങ്ങൾ എന്താണ് സങ്കല്പം ചെയ്തിട്ടുള്ളത്? അയ്യോ, എനിക്ക് പണം കിട്ടണമേ, എന്റെ ദാരിദ്ര്യം ഒന്ന് തീർത്തു തരണമേ, എന്റെ കുടുംബത്തിന് അസുഖമെല്ലാം മാറ്റി തരണമേ, ഇതല്ലേ സങ്കല്പം ചെയ്ത്.
ഈ സങ്കല്പം എന്ന് പറയുന്ന സംഭവം വളരെ കൃത്യമായി മനസ്സിലാക്കണം. ഇത് വളരെ ഡീപ്പായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം. ഇംഗ്ലീഷിൽ അതിന്റെ പേര് വിഷ്വലൈസേഷൻ എന്ന് മാത്രമാണ്. പക്ഷെ വിഷ്വലൈസേഷൻ എന്ന് പറയുമ്പോൾ അത്രയും ഡീപ്പായിട്ട് പോകില്ല. സങ്കല്പം എന്ന് പറയുന്ന കാര്യത്തിലേക്ക് നിങ്ങൾ പണവുമായി ബന്ധപ്പെട്ട കാര്യം വീണ്ടും ഞാൻ കണക്ട് ചെയ്ത് പറയാം. പണം നിങ്ങൾക്ക് വേണമെന്ന് നിങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് അല്ലേ? എല്ലാവർക്കും പണം വേണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഇന്ന് നാളെ പണം വേണം, മറ്റന്നാൾ പണം വേണം, അല്ലെങ്കിൽ ഇത്ര ലക്ഷം വേണം എന്നൊക്കെ എല്ലാവർക്കും ആഗ്രഹമുണ്ട് ഉണ്ടല്ലോ. നിങ്ങളിപ്പോ ഒരു കാര്യം ചെയ്യൂ, നിങ്ങൾ എല്ലാവരും ഒന്ന് ടൈപ്പ് ചെയ്തേ. നിങ്ങൾക്ക് ഈ മാസം 30-ാം തീയതിക്കകത്ത് നിങ്ങൾക്ക് വേണ്ട പണത്തിന്റെ അളവ്, കൃത്യമായ ആവശ്യമായ പണത്തിന്റെ കൃത്യമായ എമൗണ്ട് നിങ്ങൾക്ക് 30-ാം തീയതിക്കകത്ത് വേണ്ടത് എഴുതാൻ പറ്റുമോ? എത്ര പേർക്ക് എഴുതാൻ പറ്റും നോക്കട്ടെ. 30-ാം തീയതിക്കുള്ളിൽ ഇത്ര പണം നിങ്ങൾക്ക് വേണം. അതിന് കാരണം ഞാൻ ചോദിക്കും, എന്തിനാന്ന് ചോദിക്കും. കാര്യകാരണ സഹിതം 30-ാം തീയതിക്ക് മുമ്പ് നിങ്ങൾക്ക് ഇത്ര പണം വേണം. എത്ര പേർക്ക് എഴുതാൻ പറ്റും നോക്കട്ടെ. വെരി ഗുഡ് ഷിജ. ഷിജ വെരി ഗുഡ്. എന്റെ ക്ലാസ്സിൽ വന്ന് കാൽക്കുലേഷൻ പഠിപ്പിച്ചതിന് ശേഷം കറക്റ്റ് വരുന്നുണ്ടോ എമൗണ്ട്. ഈ 1 lakh ഇതൊക്കെ വെറുതെ ഉള്ള ഒരു റഫ് ആയിട്ടുള്ള ഐഡിയ. ഞാൻ 1 lakh വിളിച്ച ആളെ ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് ഞാൻ ചോദിക്കാണ്, എന്തിനാണ് ഈ 1 lakh എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയുന്നുള്ളൂ? അവിടെ വേണം, ഇവിടെ വേണം, മൊത്തത്തിൽ കൂട്ടി കണക്ക് കൂട്ടാൻ നിന്നാൽ നിങ്ങൾക്ക് എല്ലാം കൂടി 46,000 രൂപയുടെ കണക്ക് തീരുന്നില്ല. അല്ലെങ്കിൽ 1,20,000 എത്തും. ഏത് 3 നിൽക്കും, 1 ലക്ഷത്തിൽ നിൽക്കില്ല. വേണോ? ടെസ്റ്റ് ചെയ്യണോ? നിങ്ങൾക്കെല്ലാം ടെസ്റ്റ് ചെയ്യണമെന്നുണ്ടോ ഈ പറഞ്ഞത്? എന്റെ ലാബ് ഓപ്പൺ ചെയ്യാൻ 75,000 വേണം. എന്താണ് 75,000 ഒറ്റ മെഷീൻ മേടിക്കാൻ പോവാണോ? ശ്രീലയ സന്തോഷം, എനിക്ക് ബിസിനസ് ആണ്. ഓക്കെ, 28,000, 25 ലക്ഷം. ഓക്കെ, അവിടെ ടി സി ഇന്ദിര ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ. ടി സി ഇന്ദിര അൺമ്യൂട്ട് ചെയ്തേ. ഇതൊരു ജസ്റ്റ് ഒരു എക്സ്പെരിമെന്റ് ആണ്. ടി സി ഇന്ദിര അൺമ്യൂട്ട് ചെയ്തേ. വെറുതെ നിങ്ങളെ പഠിപ്പിച്ചുകൊണ്ട് പോകേണ്ട കാര്യമില്ലല്ലോ. നിങ്ങൾക്ക് ഇത് കാര്യം എത്തണം ഇതിൽ, ഇല്ലേ? അൺമ്യൂട്ട് ചെയ്യാം ടി സി ഇന്ദിര. ആ, എന്തിനാണ് ഈ 25 ലക്ഷം രൂപ നിങ്ങൾക്ക്? അയ്യോ കേൾക്കുന്നില്ല, വീഡിയോ ഓഫ് ചെയ്തേ. SIP 6 വർഷമായിട്ട് SIP ഉണ്ട്. എന്താണ് SIP? മ്യൂച്വൽ ഫണ്ടില് SIP കോ? അത് ക്ലോസിംഗ് ഈ മാസം ചെയ്യുന്നുണ്ട്. SIP നിങ്ങൾ പേഴ്സണൽ SIP ആണോ അത്? അതെ അതെ, 6 വർഷമായി അതില് ഇൻവെസ്റ്റ് ചെയ്യുന്നു. അല്ല, നിങ്ങളുടെ പേഴ്സണൽ SIP ഇൻവെസ്റ്റ്മെന്റ് ആണോ അത്? അതെ അതെ. അപ്പൊ നിങ്ങൾ എല്ലാ മാസവും 25 ലക്ഷം വെച്ച് അടക്കുന്നുണ്ട്? അല്ല, 6 മാസം. 6 വർഷമായിട്ടുണ്ട്. 6 വർഷമായിട്ട് അടയ്ക്കുന്നുണ്ട്. നിങ്ങൾ എല്ലാ വർഷവും 3 മാസം, 6 മാസം അങ്ങനെ അടക്കുന്നുണ്ടോ? മന്ത്ലി അടയ്ക്കുന്നുണ്ട്. മന്ത്ലി അടക്കുന്നുണ്ട്. അപ്പൊ ഓൾറെഡി നിങ്ങൾ എല്ലാ പൈസ ഉണ്ടാവുമല്ലോ? ഉണ്ടല്ലോ. ഉള്ള പൈസേനെ പിന്നെ നമുക്ക് വേണമെന്ന് പറയണ്ടല്ലോ, അതോടെ ഉണ്ടല്ലോ. ഉള്ള പൈസേനെ പിന്നെ വേണമെന്ന് പറയണ്ടല്ലോ, ഓൾറെഡി അവിടെ ഉണ്ടല്ലോ. വേണമെന്ന് പറയുന്നത് എന്താണ്? എന്റെ കയ്യിലില്ല, ഇനി വരണമെന്നല്ലേ? അതെ അതെ. അപ്പൊ 25 ലക്ഷം വരണോ? വേണ്ട, ഓൾറെഡി ഉണ്ട്. അല്ല, ഓൾറെഡി ഉണ്ടല്ലോ. ഉണ്ട്. അത് പിന്നെ നിങ്ങൾ മാറ്റിയാ പോരെ ബാങ്കിന്ന്? അതെ, മാറ്റിയാ മതി. പുതിയത് വരണ്ടല്ലോ. പുതിയത് വരണ്ട. അപ്പൊ പിന്നെ വേണമെന്ന് പറഞ്ഞൊരു കാര്യമില്ലല്ലോ. ഓക്കെ, ഇതാണ് ഞാൻ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചത് തന്നെയാണ്. യഥാർത്ഥത്തിൽ നമ്മൾ ആ ഒരു കാര്യത്തെ നമ്മൾ അത്ര കോൺഷ്യസ് അല്ല. ഇനി മറ്റൊരാളെ എടുത്തു വെക്കാം. ഒരാൾ ചെയ്ത് തസ്നി ഒന്ന് അൺമ്യൂട്ട് ചെയ്ത്. തസ്നി എന്തിനാണ് 95,000 രൂപ? തസ്നിയം ഒന്ന് അൺമ്യൂട്ട് ചെയ്ത്. എന്താണ് ഈ 95,000 രൂപയുടെ കണക്ക്? ഞാൻ മോനൊരു ലാപ്പ് വാങ്ങിക്കാൻ വേണ്ടിട്ടുള്ളത്. ലാൻഡ് വാങ്ങിക്കാൻ? ലാപ്ടോപ്പ് വാങ്ങിക്കാനോ? സിവിൽ എഞ്ചിനീയറിംഗ് പഠിക്കാണ്. ലാപ്ടോപ്പ് വാങ്ങിക്കാനായിട്ട്? അപ്പൊ നിങ്ങൾക്ക് ലാപ്ടോപ്പ് വാങ്ങിക്കാൻ നിങ്ങൾക്ക് 95,000 രൂപയാണോ വേണ്ടത്? നിങ്ങൾക്ക് ഒരു ലാപ്ടോപ്പ് ആണോ വേണ്ടത്? നിങ്ങൾക്ക് ലാപ്ടോപ്പ് അല്ലേ വേണ്ടത്? പിന്നെ കാശ് വേണ്ടല്ലോ. എനിക്ക് ലാപ്ടോപ്പ് വേണമെന്ന് പറഞ്ഞാ പോരെ? 95,000 രൂപ 95,000 രൂപ കിട്ടിയിട്ട് ലാപ്ടോപ്പ് മേടിക്കുന്നതാണോ ഉചിതം? ഒരു ലാപ്ടോപ്പ് വാങ്ങിക്കുന്നതാണോ ഉചിതം? അല്ലേ? രണ്ടും തമ്മിൽ ഡിഫറൻസ് മനസ്സിലായി. ചിലപ്പോൾ നിങ്ങൾക്ക് ലാപ്ടോപ്പ് നാളത്തെ ഒരു ലോട്ടറി ലക്കിഡോൾ അടിച്ചാലോ പിന്നെ മേടിക്കോ? എവിടുന്നെങ്കിലും നിങ്ങളൊരു ചുരിദാർ മേടിക്കാൻ പോകണം. ആ ചുരിദാറിന്റെ കൂടെ ഒരു പരസ്യം ഇട്ടുണ്ടായിരുന്നു, ലാപ്ടോപ്പ് വിന്നിങ്. നിങ്ങൾക്ക് അത് അടിച്ചു. നിങ്ങൾ പിന്നെ ഈ 95,000 വേണ്ടല്ലോ. നിങ്ങൾക്ക് ലാപ്ടോപ്പ് കിട്ടിയാ പോരെ? അല്ലെങ്കിൽ നിങ്ങളെ അനിയനോ ഏട്ടനോ ആരെങ്കിലും ഒക്കെ ബന്ധു പറയാണ്, തസ്നി നീ ഒരു ലാപ്ടോപ്പ് ആഗ്രഹിച്ചല്ലേ, ഞാൻ ലാപ്ടോപ്പ് തരാം, എന്റെ അടുത്ത് ഒരു ലാപ്ടോപ്പ് ഇരിപ്പുണ്ട് എന്ന് പറയാണ്. നിങ്ങളുടെ വിഷയം തീർന്നോ? അല്ലേ?
ഡിഫറൻസ് രണ്ടുപേരെടുത്തപ്പോൾ രണ്ട് കാര്യം മനസ്സിലായില്ലേ? യഥാർത്ഥത്തിൽ നമുക്ക് ആവശ്യമുള്ളതിനെ അല്ല നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. നമ്മൾ വെറുതെ ചുറ്റുവട്ടത്തെ കൂടി മറ്റുള്ളവർ ചെയ്യുന്നതിനെ ഓർത്തു വെക്കണം. യഥാർത്ഥ ആവശ്യം എന്താണ് ഇവിടെ? ഇതാണ് ഞാൻ പറഞ്ഞത്. സങ്കല്പം എന്ന് പറയുന്നതിന്റെ യഥാർത്ഥ വിഷയം അവിടെയാണ്. ഇത് ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാല്, ഇതെന്തുകൊണ്ട് വർക്ക് ചെയ്യുന്നില്ല എന്ന് ചോദിച്ചാൽ, ഞാനൊന്ന് കുറേ ഡീപ്പിൽ ഇങ്ങനെ പോയിട്ട് പറയുന്ന കാര്യങ്ങളാണ്. എനിക്ക് അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ ഇതൊക്കെ വലിയ ക്ലാസ് ഒക്കെ എടുത്തിട്ട് നിങ്ങൾക്ക് കുറേ ദിവസം കൊണ്ട് പഠിപ്പിക്കേണ്ട കാര്യങ്ങളാണ്. പറ്റുമെങ്കിൽ നമുക്ക് ഇതിനെപ്പറ്റി തന്നെ ഒരു ക്ലാസ് എടുത്ത് സംസാരിക്കാം, പെയ്ഡ് സെഷൻ എടുത്ത് സംസാരിക്കാം. വിഷയം ഇതാണ്, യഥാർത്ഥത്തിൽ ആവശ്യമുള്ളതിൽ നിന്ന് വിട്ടിട്ട് നമ്മൾ അതിനെ കണക്ട് ചെയ്യാൻ പോലും വികാരപരമായിട്ട് സംഭവിക്കാത്ത ഒരു കാര്യത്തെ നമ്മൾ പറയും വേണമെന്ന്. അതായത് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാല്, നമുക്ക് നമ്മളുടെ മനസ്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് 4 ഘടകങ്ങളിലൂടെ കടന്നു പോകണം ഒരു കാര്യം നമ്മൾ ശരിയായി കിട്ടണമെങ്കിൽ. ശരീരം, മനസ്സ്, ആത്മാവ്, ഈശ്വരൻ അല്ലെങ്കിൽ പ്രപഞ്ചം. ഈ 4 കാര്യങ്ങൾ കടന്നുപോയാൽ മാത്രമാണ് നമുക്കിത് സംഭവ്യമാകുന്നത്. അതായത് എന്റെ ആഗ്രഹം, എന്റെ ചിന്തയിലുള്ള ആഗ്രഹത്തെ വികാരമായി മാറി, വികാരം വൈബ്രേഷനായി മാറി, ആ വൈബ്രേഷൻ പ്രകൃതിയിലേക്ക് പോയി പ്രപഞ്ചം അതിനെ കണക്ട് ചെയ്ത് തിരിച്ച് നമ്മളെ കൊണ്ടുതരണം. ഇതാണ് മുഴുവനായിട്ട് പ്രക്രിയ. അപ്പൊ നമ്മുടെ ശരീരത്തിൽ, അതായത് ശരീരം തൽക്കാലം ഞാൻ ഉപയോഗിക്കുന്നു, ചിന്തയിൽ നിന്ന് ഉപയോഗിക്കുന്നു. ചിന്തയിൽ ഈ സാധനം ഉണ്ടായി, പക്ഷെ ഈ സാധനവും എന്റെ വൈബ്രേഷൻ തമ്മിൽ കണക്ട് ആവുന്നില്ല. കാരണം ഞാൻ ചിന്തിക്കുന്നത് 95,000 വേണമെന്നും, പക്ഷെ എനിക്ക് യഥാർത്ഥ വികാരം ലാപ്ടോപ്പിലുമാണ്. രണ്ടും തമ്മിൽ വർക്ക് ചെയ്യില്ല, രണ്ടും മാച്ച് ആവുന്നില്ല. 95,000 കിട്ടിയാൽ ഞാൻ ഒരു ലാപ്ടോപ്പ് വാങ്ങിക്കും. അപ്പൊ യഥാർത്ഥത്തിൽ 95,000-നാണോ വൈബ്രേറ്റ് ചെയ്യുന്നത്, ലാപ്ടോപ്പിനാണോ വൈബ്രേറ്റ് ചെയ്യുന്നത്? രണ്ടും തമ്മിൽ ഡിഫറൻസ് ഇല്ലേ? 95,000 കിട്ടിയാൽ ലാപ്ടോപ്പ് വാങ്ങിക്കാൻ കിട്ടിയില്ലെങ്കിലോ വൈബ്രേഷൻ നടക്കുമോ? ഇത് ആണ് യഥാർത്ഥ നമ്മുടെ വിഷയം. ഇനി ഈ വൈബ്രേഷൻ ഉണ്ടായാലേ ആത്മാവ്, നമ്മുടെ സോൾ എന്ന് പറയുന്ന സാധനത്തിൽ ഈ സുഖം അനുഭവിക്കുള്ളൂ. സോളിന് സുഖം അനുഭവിക്കണമെങ്കിൽ സോൾ ആഗ്രഹിക്കുന്ന കാര്യം നടക്കണ്ടേ ഇവിടെ? ഇത് നടക്കുന്നില്ല, തൊട്ടടുത്തേക്ക് പോകും. അപ്പോൾ പ്രകൃതി എങ്ങനെയാണെന്ന് നിങ്ങളിലേക്ക് എത്തിച്ചു തരിക? ക്ലിയർ അല്ലേ? വല്ലാണ്ട് പിടിക്കണ്ട. ഇതാണ് തത്വം, ഇതാണ് വലിയ വിഷയം. നമുക്ക് പറ്റുന്നത് നമ്മൾ എന്തൊക്കെയോ പറഞ്ഞു പോകുന്നു എന്നേ ഉള്ളൂ. എന്തൊക്കെയാണ്, എങ്ങനെയാണ് കൃത്യമായി വർക്ക് ചെയ്യുന്നത്. അപ്പോ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് മനസ്സിലാവാത്തതുകൊണ്ട് നമ്മൾ ചെയ്യുന്നു എന്നേ ഉള്ളൂ. അപ്പൊ സങ്കല്പം എന്ന് പറയുന്നത് 2 വാക്കുകൾ ഒന്നിച്ചു ചേരുമ്പോൾ സങ്കല്പത്തിലേ വർക്ക് ചെയ്യുള്ളൂ. എന്ന് വെച്ചാൽ സൻ എന്ന് പറയുന്ന വാക്കും കൽപ്പ എന്ന് പറയുന്ന വാക്കും രണ്ടും ചേരുമ്പോൾ സൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരമോന്നതമായിട്ടുള്ള, അത് സത്യസന്ധമായിട്ടുള്ള, നിങ്ങളുടെ ഒറിജിനൽ ആയിട്ടുള്ള ആ ബോധവുമായി, ആ സത്യവുമായി യോജിക്കുക എന്നുള്ളതാണ്. അപ്പോൾ യഥാർത്ഥ ബോധം ഇവിടെ എന്താണ്? ഇപ്പൊ നേരത്തെ ഇന്നലെ ടിസി പറഞ്ഞ പോലെ അവർക്ക് വേണ്ട എന്താണ്? 25 ലക്ഷമാണ്. എന്തിനാണ്? SIP അടക്കാനാണ്. ഇത് ചിന്തിക്കുമ്പോൾ അവരുടെ അടുത്ത ചിന്ത എന്തായിരിക്കും? പേടിക്കണ്ട, പൈസ ഉണ്ട് ബാങ്കിൽ, നമുക്ക് അടക്കാൻ പറ്റും, ഇല്ലേ? അപ്പോൾ നമ്മുടെ സത്യവുമായിട്ട് ഇത് കണക്ട് ആവുമോ? സത്യം ചിന്തിക്കുന്നത് എന്താണ്? നമ്മൾ ആത്മാവ് ചിന്തിക്കുന്നത് എന്താണ്? എന്തിനാണ്? ഇപ്പൊ ഓൾറെഡി ബാങ്കിൽ ഉണ്ടല്ലോ, അത് എടുത്തങ്ങോട്ട് അടച്ചാൽ പോരെ. അപ്പൊ പുതിയതിന് സാധ്യത അവിടെ ഉണ്ടാവില്ല. രണ്ടാമത്തെ കാര്യം, നമ്മൾ സങ്കല്പം ഒരു പ്രതിജ്ഞയാണ്. എനിക്ക് ഇത്രയും ദിവസം കൊണ്ട് ഇന്ന് വേണമെന്ന പ്രതിജ്ഞയിലേക്ക് പോകണം നമ്മൾ. ഇത് അല്ലെങ്കിൽ ഇതിനൊരു നിയമമുണ്ട്. ഇത് രണ്ടും ചേരുമ്പോഴാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഇത് വർക്ക് ചെയ്യിപ്പിക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതുകൊണ്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ പരമമായ സത്യത്തെ നമ്മൾ കണ്ടെത്തണം. പരമമായ സത്യത്തെ പിന്തുണക്കുന്ന രീതിയിലുള്ള പ്രതിജ്ഞകൾ മാത്രമേ, ആഗ്രഹങ്ങൾ മാത്രമേ പറ്റുള്ളൂ. അല്ലാതിരുന്നാൽ വർക്ക് ചെയ്യില്ല. അപ്പൊ നമ്മുടെ യഥാർത്ഥ സത്യം എന്താണോ അതിലേക്ക് നമ്മൾ ശ്രദ്ധിക്കണം. ഇതാണ് പലപ്പോഴും നമുക്ക് സംഭവിക്കാതെ പോകുന്നത്. ഇനി പണവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ വീണ്ടും വരുമ്പോൾ, യഥാർത്ഥത്തിൽ പണവുമായി ബന്ധപ്പെട്ടതിൽ വിഷയം വരുന്നത് എവിടെയാണെന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. പണം, എനിക്ക് 25 ലക്ഷം രൂപ വേണം, ലോൺ അടക്കാനുണ്ട് എഴുതിക്കോ. ലോൺ അടക്കാനുണ്ട്, നാളെ 25 ലക്ഷം രൂപ വേണം, ലോൺ അടക്കാനുണ്ട്. നമ്മൾ അതിനെ സങ്കല്പത്തിൽ അല്ലെങ്കിൽ നമ്മൾ സങ്കല്പിക്കുകയാണ്. റീസൺ ഉണ്ട്, 25 ലക്ഷം രൂപ വേണം, എനിക്ക് മറ്റന്നാൾ 25 ലക്ഷം രൂപ ബാങ്കിൽ അടക്കണം എന്നുള്ളത് സങ്കല്പം, അതായത് നമ്മുടെ സത്യമാണ്. അതിന് യാതൊരു തർക്കവും ഇല്ല. അതിൽ നമ്മൾ പ്രതിജ്ഞ ചെയ്യുന്നു, എനിക്ക് 25 ലക്ഷം രൂപ മറ്റന്നാൾ ബാങ്കിൽ അടക്കാനുണ്ട്. റീസണുമായി, മനസ്സുമായി എല്ലാം കണക്റ്റായി. ആ തൊട്ടടുത്ത നിമിഷത്തിൽ നമ്മൾ വികാരം എന്തായിരിക്കും? എന്നെ കൊണ്ടിത് പറ്റൂല കേട്ടോ, എവിടുന്ന് കിട്ടാനാണ്, അല്ലേ? തൊട്ടടുത്ത നിമിഷം നമ്മളെ ചിന്ത എന്താണ്? ഓ, ഇത്രയും കാലമായിട്ട് നടന്നില്ല, ഇനിയിപ്പോ എവിടുന്ന് കിട്ടാനാ? വികാരം നടന്നോ? ഇല്ല. എന്നിട്ട് നമ്മൾ അടുത്തത് എന്ത് ചെയ്യുന്നറിയോ? എന്റെ കയ്യിൽ എപ്പോ നോക്കിയാലും പണം ഉണ്ടാവില്ല.
ഒരാവശ്യത്തിന് എന്നെ കൊണ്ട് പറ്റൂല, എന്നും കടവൻ. ഈ പണം എന്തെങ്കിലും കിട്ടിയിട്ട് വേണം എനിക്കൊന്ന് സമാധാനമാവാൻ. ക്യാൻസൽ 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 ക്യാൻസൽ. ഞാൻ പറയുമ്പോൾ എനിക്ക് തന്നെ റിഫ്ലക്ട് ആവുന്നുണ്ട് ഞാൻ ക്യാൻസൽ എന്ന് പറയണം. അത്ര കണ്ട് അവസ്ഥയാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞ് തൊട്ടടുത്തുണ്ട്. അപ്പൊ ഇത് ഈ രീതിയിൽ നമ്മൾ മാറ്റപ്പെടുത്തിയെടുത്താൽ മാത്രമേ നമ്മുടെ വൈബ്രേഷൻസ് മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ പണവുമായി ബന്ധപ്പെട്ടുള്ള വികാരത്തെ നമ്മൾ മാറ്റണം. അവിടെ നമ്മൾ കൃത്യമായ രീതിയിൽ വികാരത്തെ മാറ്റണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നല്ല രീതിയിൽ ആത്മപരിശോധന നടത്തണം. എന്തുകൊണ്ടാണ് എനിക്കിത് പറ്റുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് ജോലിയില്ല, 10,000 അല്ലെങ്കിൽ എനിക്ക് 10,000 രൂപ ശമ്പളമുള്ളൂ, എനിക്ക് ചെലവ് 25,000 രൂപയാണ്. നമ്മൾ എന്താ പറയണേ? എന്റെ ചെലവ് കൂടുതലാണേ, എന്റെ ചെലവ് കൂടുതലാണേ എന്ന് പറഞ്ഞു നടക്കും. യഥാർത്ഥത്തിൽ നിങ്ങളുടെ ചെലവാണ് കൂടുതൽ, നിങ്ങളുടെ വരവ് കുറവാണോ? വരവ് കുറവിനെ പറ്റി ചിന്തിക്കുക പോലും ഇല്ല, വരവ് കൂട്ടുന്നതിനെ പറ്റി ആലോചിക്കുക പോലും ഇല്ല, ചെലവിനെ പറ്റി പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പൊ പണം എന്ത് ചെയ്യും? ഉള്ള പണം വീണ്ടും വീണ്ടും പോവും. നമ്മൾ പലപ്പോഴും പറയുന്ന ക്ലാസ്സിൽ ഇഷ്ടമില്ലാത്ത ആളെടുത്ത് സ്ഥലത്ത് എങ്ങനെ വരും? ഇഷ്ടമില്ലാത്തടത്ത് പണം നിൽക്കില്ല. നിങ്ങളെപ്പോഴും പരാതിയാണ്, എന്റെ കയ്യിലുണ്ടാവില്ല. നിങ്ങളല്ല, നിങ്ങൾ നല്ല ഉദ്ദേശിക്കുന്നത് കേട്ടോ, മറ്റുള്ളവരെല്ലാവരും വരും. അപ്പൊ ഇത് ശ്രദ്ധിക്കണം. ഇവിടെ നമ്മൾ സ്വന്തമായി ആത്മപരിശോധന നടത്തണം. എന്താണ് എനിക്ക് ആവശ്യം? എങ്ങനെ ചെയ്യണം? ഏത് രീതിയിൽ പോകണം? വാക്കുകൾ വളരെ ശ്രദ്ധയോടെ തിരഞ്ഞെടുക്കുക. പറയുന്ന വാക്കുകൾ വളരെ ശ്രദ്ധയോടെ തിരഞ്ഞെടുക്കുക. എന്നിട്ട് ഈ അഫർമേഷൻസ് പറയുന്ന പോലെ പറഞ്ഞുകൊണ്ടേയിരിക്കണം. ഇത് നിരന്തരമായി പറഞ്ഞുകൊണ്ട്, ഇപ്പൊ നമ്മളെ സ്ഥിരം നിത്യമായി അഫർമേഷൻ പ്രാക്ടീസ് ചെയ്യുന്നവരുടെ അവസ്ഥ വെച്ചോ, നോക്കിക്കോ. ഒരാളോട് എടുത്ത് പറഞ്ഞു നോക്കി, നാളെ പണം വേണമെന്ന് പറയുമ്പോൾ തൊട്ടടുത്ത നിമിഷത്തിൽ അവർ പറയുന്നത് എന്താണ്? സാറേ, നാളെ എനിക്ക് പണം ഉണ്ടാവും. അതുള്ളവർക്കാണ് മാറ്റം ഉണ്ടാവുന്നത്, അങ്ങനെ പറഞ്ഞവർക്കേ മാറ്റം ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം, നമ്മുടെ വാക്കുകൾ, ചിന്തകൾ ഇത് റിയാവാതെ ഏത് പ്രാക്ടീസ് ചെയ്തിട്ടും കാര്യമില്ല. പ്രാക്ടീസ് ഇവിടെയാണ് കൃത്യമായി നമ്മൾ പ്ലാൻ ചെയ്യേണ്ടത്. ഇതാണ് നമ്മുടെ പല കോഴ്സിന്റെ അടിസ്ഥാനം. ഇത് തന്നെയാണ്. ഇതേ കാര്യം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ നടക്കും, കൃത്യമായി നടക്കും എന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ വീണ്ടും പറയുന്നു, ഇത് പല രൂപത്തിൽ, പല ഭാഗത്തിൽ നിങ്ങളെ വീണ്ടും പഠിപ്പിക്കാൻ പറ്റും. ചിലപ്പോൾ നോക്കട്ടെ, അടുത്ത ഇതേ കോൺസെപ്റ്റിന്റെ മറ്റൊരു രൂപത്തിലാണ് ഞാൻ തൃശ്ശൂർ പ്രോഗ്രാമിൽ നിങ്ങളോട് അവതരിപ്പിക്കാൻ പോകുന്നത്. അന്ന് നിങ്ങളെ ഈ മനസ്സിലുള്ള നിങ്ങളുടെ വിഷയങ്ങളെ മുൻകൂട്ടി ഞാൻ എഴുതി മേടിച്ചിട്ട് അവിടെ വെച്ച് നിങ്ങളെ ഹീൽ ചെയ്ത് ഈ സാധനത്തെ റിമൂവ് ചെയ്യല്ലേ. കഴിഞ്ഞ പ്രാവശ്യം ഹീൽ ക്ലാസ്സിൽ കയറിയ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞ് ആരും ഇവിടെ പറഞ്ഞിട്ടില്ല, എല്ലാം ആ ഗ്രൂപ്പിൽ പറഞ്ഞതേ ഉള്ളൂ. ഒരാളും മ്യൂട്ട് ചെയ്ത് പറഞ്ഞ് ആ ഹീൽ മെഡിറ്റേഷൻ കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ അവസ്ഥ എന്താണെന്നുള്ളത് എത്ര പേർക്ക് മാറ്റം ഉണ്ടായിട്ടുണ്ട്? ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കി. ഹീൽ ജസ്റ്റ് ഒരു ചെറിയ ക്ലാസ് ആണ് ഹീൽ എന്ന് പറഞ്ഞു, 3 ദിവസത്തെ ക്ലാസ് വന്നു. ഇത് കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ ബിലീഫ് സിസ്റ്റത്തിൽ മാറ്റം ഉണ്ടായിട്ടുണ്ടോ? ആരെങ്കിലും ഒന്ന് പറഞ്ഞു നോക്കി. ആർക്കെങ്കിലും പറയാൻ പറ്റുമോട്ടെ? നിങ്ങളെല്ലാവരും അവിടെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒന്ന് പറഞ്ഞു നോക്കി, എന്താണ് അനുഭവിച്ചത്? എന്താണ് ആക്ച്വലി നിങ്ങൾ അന്ന് അനുഭവിച്ചത്? എന്ത് വികാരമാണ് നിങ്ങളത് അനുഭവിച്ചത്? പറഞ്ഞോളൂ ലത, പറഞ്ഞോളൂ. സാറേ, എന്നെ സംബന്ധിച്ച് ഉണ്ടായത് നമ്മളാ സോൾട്ട് വാട്ടർ അതൊക്കെ കഴിഞ്ഞപ്പോ എനിക്ക് എഴുതി വായിച്ചപ്പോഴൊന്നും എനിക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്റെ മനസ്സിൽ എനിക്ക് എന്തുകൊണ്ടെന്നറിയില്ല, എനിക്ക് ഭയങ്കര സന്തോഷമാണ്. എന്റെ ഒരു ആകുലതയില്ല, ഞാൻ വളരെ ഹറിഞ്ഞു വരികയാണെന്നല്ല, ആ ഒരു ഫീലിംഗ് ആണ്. അത് എന്തുകൊണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ സന്തോഷവതിയാണ്. അതെ, അല്ല റിസൾട്ട് അതിനാണ് റിസൾട്ട് ഉണ്ടാകും. നിങ്ങൾ സന്തോഷം, നിങ്ങൾ ലേറ്റ്, അതായത് നിങ്ങളുടെ ഭാരം ഒഴിഞ്ഞു, മനസ്സ് ശുദ്ധമായി ഭാരം ഒഴിഞ്ഞു. ഇതാണ് ഹീലിംഗിന്റെ പർപ്പസ്. പിന്നെ അക്കമിട്ട് എണ്ണി പറഞ്ഞാൽ എനിക്ക് പ്രോബ്ലംസ് ഒരുപാടുണ്ട്, എനിക്ക് സോൾവ് ചെയ്യാൻ പ്രോബ്ലംസ് ഒരുപാടുണ്ട്. പക്ഷെ എന്റെ മനസ്സിൽ വിചാരം അതൊന്നും എനിക്കൊരു വിഷയമല്ല, അതൊക്കെ കാലക്രമേണ തീർന്നോളും, ഞാൻ ഹാപ്പിയാണ്, എനിക്ക് എന്താ അലട്ടുന്നില്ല പ്രശ്നങ്ങളൊന്നും. വെരി ഗുഡ്. ഇത് തന്നെയാണ് റിയൽ ആയിട്ട് ഹീലിംഗിന്റെ പർപ്പസ്. ഇത് തന്നെയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും കൊണ്ട് തരികയല്ല എന്റെ പരിപാടി. എന്തെങ്കിലും നിങ്ങൾക്ക് ഹീൽ ചെയ്തെടുത്താ പിടിച്ചോ, നിങ്ങൾക്ക് ലക്ഷ്യങ്ങൾ പറ്റും, അങ്ങനെയല്ല പരിപാടി. അതിന്റെ യഥാർത്ഥ വിഷയം എന്ന് വെച്ചാൽ നമ്മുടെ മനസ്സ് സ്വസ്ഥമാക്കുക, സമാധാനമാക്കുക, സന്തോഷമാക്കുക, ലൈറ്റ് ആക്കുക, വെയിറ്റ്ലെസ് ആക്കുക. അപ്പോൾ ഈ സാധനം ഓട്ടോമാറ്റിക് വരാൻ തുടങ്ങും. അങ്ങനെയാണ് പ്രപഞ്ചം വർക്ക് ചെയ്യുന്ന അതേ തത്വത്തിലാണ്. ഇതുപോലെ മറ്റാർക്കും അനുഭവം ഉണ്ടോ? എന്തെങ്കിലും? ഞാൻ സുജാതയാണ്, ചെന്നൈയിൽ നിന്ന്. സുജാത പറയുമ്പോ സാർ, അത് ആക്ച്വലി എന്തെങ്കിലും ഒരു നെഗറ്റീവായിട്ട് ഇപ്പൊ ആലോചിക്കുമ്പോ ഉടനെ നമ്മുടെ ഭൂതകാലത്തെ ഇതിനെ ഞാൻ വിട്ടുകളയുന്നു എന്നുള്ള ഒരു സെന്റൻസ് ആണ് മനസ്സിലേക്ക് വീണ്ടും വീണ്ടും വരുന്നത്. അപ്പൊ നെഗറ്റീവായിട്ട് പലപ്പോഴും നെഗറ്റീവ് വരുന്നതൊക്കെ ഇപ്പൊ അത് ആലോചിക്കുമ്പോ തന്നെ അങ്ങനെ ആലോചിക്കാൻ പാടില്ല, നമ്മൾ പോസിറ്റീവായി കഴിഞ്ഞിട്ട് അങ്ങനെ ഒരു ഇത് മാറ്റം വന്നിട്ടുണ്ട്, റിയലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്.
അതിനുശേഷം താങ്ക് യു സോ മച്ച്. അതിനുശേഷം മനസ്സൊക്കെ കുറെ സ്വസ്ഥമായോ? യെസ് അല്ലേ? വെരി ലൈറ്റ് ഫീലിംഗ് ഉണ്ട്. യാ ഒന്നും നമുക്കൊരു വിഷമമില്ല, അത് ഭാരമായിട്ട് തോന്നുന്നില്ല. വി ക്യാൻ സോൾവ് ഇറ്റ് എന്നുള്ളൊരു ഇരിക്കുന്നുണ്ട് മൈൻഡ്. യെസ്. യാ താങ്ക് യു സോ മച്ച് സാർ. സാറിനോട് എനിക്ക് നിങ്ങൾ ഇങ്ങോട്ട് പറയുന്നത് കേൾക്കുന്ന വളരെ കുറവാണ്. എന്റെ ഓഡിയോന്റെ ചെറിയൊരു വിഷയം. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇത് നിങ്ങളെ ഇങ്ങനെ യെസ് താങ്ക് യു. നെഗറ്റീവ് ചിന്തകളെല്ലാം പോയി. യെസ്, ഓക്കെ, യെസ് യെസ്. അപ്പോ ഞാൻ പറഞ്ഞു വന്നത് ഇതെല്ലാം എങ്ങനെയാണ് സംഭവിക്കുന്നത്? നിങ്ങളുടെ ഉള്ളിൽ കടന്നുകൂടിയിരിക്കുന്ന ആ നെഗറ്റീവ് ചിന്താഗതികളെ നിങ്ങൾ തന്നെ ചില ടെക്നിക്കുകൾ ഉപയോഗിച്ച് ഹീൽ ചെയ്തെടുക്കുമ്പോഴാണ്. അല്ലെ? ആ ഹീൽ ചെയ്യുമ്പോൾ നിങ്ങൾ ഇരുന്ന് വരുമ്പോൾ ഹീൽ ചെയ്യുമ്പോൾ നമ്മൾ അത് ഓട്ടോമാറ്റിക് മാറി. ഇത് സെൽഫ് ഹീലിംഗിലൂടെ പറ്റില്ലേ? നിങ്ങൾക്ക് ഇരുന്ന് ചെയ്യാൻ പറ്റുമല്ലോ. നിങ്ങൾക്ക് സ്വയമായി ഇരുന്ന് ഇത് മനസ്സിലാക്കി കഴിഞ്ഞ് സ്വയമായി ഇരുന്ന് ചെയ്യാവുന്നതാണ്. എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് അറിഞ്ഞുകൊണ്ടാകുമ്പോൾ ഡബിൾ ബെനിഫിറ്റ് ആണ്. അഫർമേഷൻസ് എഴുതുമ്പോൾ എങ്ങനെയാ ബെനിഫിറ്റ് സംഭവിക്കുന്നത്? നമ്മളത് ഉൾക്കൊണ്ടുകൊണ്ട് ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പൊ യഥാർത്ഥത്തിൽ മണിയുടെ വിഷയമൊക്കെ മണിയോട് പുറത്തു കൊടുക്കാനും മണിയെ ഉൾപ്പെടുത്താനും അല്ലെ മണിയെ സ്നേഹിക്കാനും നമുക്ക് അറിയാത്തതാണ് യഥാർത്ഥ വിഷയം. മണിയെ നമ്മൾ എത്ര പേര് സ്നേഹിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഇപ്പൊ നിങ്ങളൊക്കെ പോയിച്ചാൽ ഇപ്പൊ പേഴ്സ് എടുത്തു കഴിഞ്ഞാൽ എല്ലാവരും പേഴ്സും നല്ല ഭംഗിയായിട്ട് ഇപ്പൊ നിങ്ങളുടെ ക്ലാസ്സിൽ വരുന്ന ഒരു പൈസ വെച്ചിട്ടുണ്ടാവും. വളരെ ഭംഗിയായി അടക്കി ഒതുക്കി കൃത്യമായി വെച്ചിട്ടുണ്ടാവും. മുമ്പേ എങ്ങനെയായിരുന്നു? അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ പിന്നെ വലിയ ബുദ്ധിമുട്ടില്ലാതിരിക്കുന്നത്, വലിയ ടെൻഷൻസ് ഇല്ലാതിരിക്കുന്നത് സംഭവിച്ചത് ഇവിടെ ക്ലാസ്സിൽ വന്നിട്ട് ലക്ഷക്കണക്കിന് രൂപ വരുമാനം ഉണ്ടായതുകൊണ്ടൊന്നുമല്ല. ആർക്കും അതല്ല കൂടിയത്, സമാധാനം കൂടി, സന്തോഷം കൂടി. എങ്ങനെ അടുക്കി ഒതുക്കി ജീവിത ചട്ടുംപടിയോട് നിൽക്കേണ്ടത്. ഒരു രൂപ 10 രൂപ ഒരാൾക്ക് കൊടുക്കുമ്പോൾ സന്തോഷത്തോടുകൂടി കൊടുത്തിട്ട് പോരട്ടെ. നമ്മളെന്താ പറയാ, നേരത്തെ എനിക്കൊരാള് ഒരു മെസ്സേജ് വേണ്ട, അത് ഞാൻ പറയാന്ന് ശരിയാവില്ല. അപ്പോ നമ്മളുടെ മെന്റാലിറ്റി മാറണം. ആ മാറലാണ് നമ്മുടെ ക്ലാസ്സുകളുടെ ഉദ്ദേശം. അതുകൊണ്ട് ക്ലാസ്സിൽ പങ്കെടുക്കുന്ന ആൾക്കാരിൽ പണവുമായിട്ടുള്ള മെന്റാലിറ്റി മാറ്റുക. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ. ഒരു കാര്യം മാത്രം ഞാൻ പറഞ്ഞുതരാം, ഇന്ന് എഴുതി വെച്ചോളൂ. നിങ്ങൾക്ക് നിത്യവും പ്രാക്ടീസ് ചെയ്യാം. നിത്യം എന്ന് വെച്ചാൽ എല്ലാ സമയത്തും പ്രാക്ടീസ് ചെയ്യേണ്ട. പൈസയെ പറ്റി ഓർക്കുന്നോ, ആ സമയത്ത് പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു കാര്യം മാത്രമാണ്. പണത്തെ പറ്റിയിട്ട് അത്രയും വിഷയങ്ങൾ ഉള്ളത് കൊണ്ട് പണവുമായി ബന്ധപ്പെട്ട കാര്യം വരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒറ്റ കാര്യമുള്ളൂ. എപ്പോ നിങ്ങൾ കാശെടുക്കുന്നു, എപ്പോ നിങ്ങൾ കാശിന്റെ ആവശ്യം വരുന്നു, ഉടനെ തന്നെ നിങ്ങളുടെ മനസ്സിൽ ഇത് നിറഞ്ഞു വരണം. ആ കാര്യത്തിന് സത്യമായിട്ടുള്ള കാര്യത്തെ പറ്റിയിട്ടാണ് പറയുന്നത്. ഈ ഇത്തരം കോഴ്സുകളൊക്കെ ഞാനിപ്പോ ഈ പഠിപ്പിക്കുന്നതൊക്കെ ലക്ഷക്കണക്കിന് രൂപ പൈസ മേടിച്ചിട്ടാണ് ആൾക്കാർ പഠിപ്പിക്കുന്നുള്ളത്. ലക്ഷക്കണക്കിന് രൂപ. എനിക്ക് ഇന്നൊരു ഇത് വന്നിരുന്നു. 1,36,000 രൂപയാണ് സമ്പത്തിനെ പറ്റി ഈ പറഞ്ഞ പോലെ കാര്യം പഠിപ്പിക്കുന്ന ക്ലാസ്സിന്. 1,36,000 രൂപ. അതാണ് ഞാൻ ഇവിടെ സൂമിൽ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഞാൻ പറഞ്ഞു എന്റെ ഉദ്ദേശം എന്താണെന്ന് കൃത്യമായി പറഞ്ഞു. മാറ്റം ഉണ്ടാവേണ്ടത് അമ്മമാരിലാണ്. അമ്മമാരിൽ മാറ്റത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവർക്ക് മാറ്റം ഉണ്ടാകുമ്പോൾ കുടുംബത്തിൽ മാറ്റം ഉണ്ടാക്കാൻ വേണ്ടി. അപ്പൊ എഴുതി വെച്ചോളൂ, നിങ്ങൾ എപ്പോ പൈസയെ പറ്റി ആലോചിക്കുന്നു അപ്പോൾ നിങ്ങൾ കണ്ണടച്ചങ്ങിരിക്കുക. 1 മിനിറ്റ് കണ്ണടക്കുക, 1 സെക്കൻഡ് കണ്ണടക്കുക. കണ്ണടച്ചിട്ട് നിങ്ങൾ ഒരു സ്വർണ്ണ പ്രകാശം നിങ്ങളുടെ ശരീരത്തിലൂടെ ഒഴുകുന്നതായി ഒറ്റയടിക്കും അറിയണം, അനുഭവിക്കണം. ഒരു സ്വർണ്ണ പ്രകാശം നിങ്ങളുടെ ശരീരം മുഴുവൻ നിറയുന്നതായിട്ട് അനുഭവിക്കണം. ഇത് പ്രത്യേകിച്ച് ചിലവൊന്നുമില്ലല്ലോ, ആർക്കും അനുഭവിക്കാവുന്നതേ ഉള്ളൂ. ഇതാണ് സങ്കല്പത്തിനെ പറ്റിയിട്ട് ഞാൻ പറഞ്ഞേ. അതുകൊണ്ട് അനുഭവിക്കണം. എന്താണ് പണം എന്ന് പറയുന്നത്? ദൈവികമായിട്ടുള്ള ഒരു സങ്കല്പമാണ്, അല്ലെ? ദൈവികമാണ് പണം. അപ്പോൾ ദൈവികമായി ചിന്തിക്കാതെ പണത്തെ പറ്റി കൈകാര്യം ചെയ്യരുത്. അതുകൊണ്ട് ദൈവികമായ പണത്തെ നിങ്ങളുടെ ശരീരത്തിലൂടെ സ്വർണ്ണപ്രകാശം ഒഴുകുന്നതായും പണത്തിന്റെ ദൈവികതയുടെ സ്പന്ദനമാണെന്ന് ഒറ്റ മിനിറ്റ് ഓർമ്മിക്കണം. ഒരാളും ദൈവത്തെ തെറിവിളിക്കുന്നവരാരും ഉണ്ടാവില്ലല്ലോ. ദൈവികമായ ഒരാളും ദൈവത്തെ കുറ്റം പറയുന്നവരാരും ഉണ്ടാവില്ല. ഉണ്ടെങ്കിൽ പിന്നെ അവരുടെ കാര്യം ഞാൻ പറയാനില്ല. അപ്പോൾ പിന്നെ നിങ്ങൾ പണത്തോട് സ്നേഹത്തോടല്ലേ പെരുമാറുള്ളൂ. ഭയഭക്തി ബഹുമാനത്തോടു കൂടി മാത്രമേ പിന്നെ പെരുമാറുള്ളൂ. പിന്നെ നിങ്ങൾ കൊടുക്കുന്ന പണമായാലോ സ്വീകരിക്കുന്ന പണമായാലോ ഭയഭക്തി ബഹുമാനത്തോടു കൂടി മാത്രം ചെയ്യുക. എന്നിട്ട് പറയുക, ഞാൻ അനന്തമായ സമ്പത്തിന്റെ ആകർഷണ കേന്ദ്രമാണ്. പറയുക മനസ്സിൽ, ഞാൻ അനന്തമായ സമ്പത്തിന്റെ ആകർഷണ കേന്ദ്രമാണ്. കാരണം എന്താ? ദൈവികത നിങ്ങളിലുമുണ്ട്, അവരിലുമുണ്ട്, പണത്തിലുമുണ്ട്. അപ്പോൾ നമ്മൾ ആ ദൈവികതകൾ തമ്മിൽ പരസ്പരം കണക്ട് ചെയ്യപ്പെടും. അതുകൊണ്ട് ഒരു സംശയവുമില്ല,
അനന്തമായ സമ്പത്തിന്റെ ആകർഷണ കേന്ദ്രമായി നിങ്ങൾ മാറിയിരിക്കുന്നു. പണത്തെ ഞാൻ സ്നേഹിക്കുന്നു, പണം എന്നെയും സ്നേഹിക്കുന്നു. സമ്പത്തിനെ ഞാൻ സ്നേഹിക്കുന്നു, സമ്പത്ത് എന്നെയും സ്നേഹിക്കുന്നു. ഐ ആം സോറി, പ്ലീസ് ഫോർഗീവ് മീ, ഐ ലവ് യു, താങ്ക് യു. ഐ ആം സോറി, പ്ലീസ് ഫോർഗീവ് മീ, ഐ ലവ് യു, താങ്ക് യു. ഇത് മാത്രം നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം. എവിടെയും പിശുക്കുത്തരം കാണിക്കരുത്. ആവശ്യത്തിനനുസരിച്ച് ചെലവഴിക്കുക, അതുപോലെ നിങ്ങളിലേക്ക് തിരിച്ചു വരും. നിങ്ങൾ എത്ര സന്തോഷത്തോടു കൂടി ചെലവാക്കുന്നുവോ അത്രയും സന്തോഷത്തോട് നിങ്ങളുടെ കയ്യിൽ വരും. കഴിഞ്ഞ പ്രാവശ്യം സെലി എന്നോട് പറയുണ്ടായി, സാറേ എവിടുന്നാന്നൊന്നും അറിയില്ല, ഞാൻ എപ്പോഴും ഹാപ്പിയാണ്, അതുകൊണ്ട് എനിക്ക് കാശ് എവിടുന്നാലും വന്നുകൊണ്ടേ ഇരിക്കുന്നു, ഞാൻ കൊടുക്കുമ്പോഴും സന്തോഷത്തോട് കൊടുക്കുന്നു. അത് പെൻഷനായി, ജോലി കഴിഞ്ഞ് പെൻഷൻ കഴിഞ്ഞ് കൃത്യമായി പെൻഷൻ എമൗണ്ട് മാത്രമേ വരുള്ളൂ. പക്ഷെ എവിടെ നിൽക്കോ എനിക്ക് വരുന്നുണ്ട്. എന്തുകൊണ്ടാ? കൊടുക്കുമ്പോഴൊക്കെ ഫുൾ സന്തോഷമാണ്. ഒരാൾക്ക് കൊടുക്കുന്ന 10 രൂപ ചോദിച്ചോ, 10 രൂപ കൊടുക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്, അത് സന്തോഷത്തോട് കൊടുക്കുന്നു. അപ്പൊ അതുകൊണ്ട് സന്തോഷത്തോട് പണം വരും. കാരണം ദൈവീകത വരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ദൈവത്തിന് ഇതുണ്ടോ, എന്നാ പിന്നെ അരക്കിലോ പണം അത് ഇന്നരക്ക്, അരക്കിലോ ശലിക്ക്, അരക്കിലോ ശാലിക്ക് എന്ന് പറഞ്ഞിട്ടാണോ ദൈവം കൊടുക്കുന്നത്? അല്ലല്ലോ. എല്ലാവർക്കും ഒരുപോലെ ആരാ വേണ്ട വെച്ചാൽ എടുത്തോളൂ. എടുക്കാൻ മാത്രം തയ്യാറായി മതി. എടുക്കണമെങ്കിൽ ഈ മനസ്സ് വേണം. എത്രയാ വേണ്ടത്? എത്ര ഈ മാസം വേണം? എങ്ങനെ എടുക്കാൻ പറ്റും? എന്നിട്ട് പറയുന്നത് എന്താ? എനിക്കില്ല, എനിക്ക് കിട്ടിയില്ല, എനിക്ക് പോയി. അല്ലേ? ബാങ്കിൽ ലോൺ അടക്കും, ബാങ്കിൽ പൈസ അടക്കാനുണ്ട്. എന്താ പണി? പണിക്കൊന്നും പോകാൻ വയ്യെന്നേ. ബാങ്കിൽ ലോൺ അടക്കാനുണ്ട്. ലോണുകാർ വന്നു, ബാങ്കുകാർ വിളിച്ചു, എല്ലാം കഴിഞ്ഞു. ബാങ്കിൽ ലോൺ അടച്ചില്ലെങ്കിൽ വിഷയമാണ്. എന്ത് ജോലിക്കാ പോണേ? ജോലിക്കൊന്നും പോകുന്നില്ല. എവിടെയും ഒരു ജോലി കിട്ടാനില്ല. വല്ലതും നടക്കുവോ? ഒന്നും പറയണ്ടോ? ജോലി ചെയ്യണം. ജോലി ചെയ്തിട്ട് കിട്ടിയില്ലെങ്കിൽ ഇത്തരം പരിപാടികളിലൂടെ കൃത്യമായി കിട്ടും. അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ ഒന്നുകൂടി പറയാം, നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് നിൽക്കുന്നു. അപ്പൊ ഓരോ നിമിഷവും പണത്തെ പറ്റിയിട്ട് സന്തോഷത്തോടെ ഇരിക്കുക. ഞാൻ പറ്റുമെങ്കിൽ അടുത്ത തന്നെ നിങ്ങൾക്ക് ഒരു ക്ലാസ് ഇതിനെ നേരത്തെ പറഞ്ഞ സങ്കല്പത്തിലെ കണക്ട് ചെയ്ത് മണിയുമായി കണക്ട് ചെയ്തുകൊണ്ട് ഒരു യോഗനിദ്ര മെഡിറ്റേഷൻ നമുക്ക് പ്ലാൻ ചെയ്യാനുണ്ട്. ഇപ്പൊ എനിക്ക് പറയാൻ പറ്റില്ല ഡേറ്റ്, താമസിയാതെ പ്ലാൻ ചെയ്യാം. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് രാത്രി കിടക്കുന്ന സമയം, യോഗനിദ്ര എന്ന് വെച്ചാൽ ഉറങ്ങുന്ന സമയത്ത് ചെയ്യുന്ന കാര്യമാണ്. അത് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതോടുകൂടി നിങ്ങളെ അവിടെ തന്നെ ഉറക്കുന്ന ഒരു പരിപാടി, അത് റെക്കോർഡ് ആയിട്ട് നിങ്ങൾക്ക് തരാനായിരിക്കും ഉദ്ദേശിക്കുന്നത്. താമസിയാതെ നോക്കാം അതിനെ പറ്റിയിട്ട്. പിന്നെ കുറച്ച് സമയം എടുക്കും അതിന് മ്യൂസിക് ഒക്കെ സെറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ യോഗനിദ്രയിലൂടെ നിങ്ങൾ ചെയ്യുമ്പോൾ ഇത്തരം വിഷയങ്ങൾ രാത്രി ഉറങ്ങുമ്പോൾ നിങ്ങൾ സബ് കോൺഷ്യസ് മൈൻഡിൽ പൊതുവെ പതുക്കെ മാറ്റിയെടുക്കാൻ സാധിക്കും. സങ്കല്പം നന്നായിട്ട് നമ്മളിൽ കണക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പൊ ഇത് എഴുതി വെക്കുക, പ്രാക്ടീസ് ചെയ്യുക, നിത്യജീവിതത്തിൽ വെക്കുക. ഇത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ഗുണമുണ്ടാവട്ടെ എന്ന് അറിയിക്കുന്നു. ഓരോ കോഴ്സുകൾ നിങ്ങൾ നോക്കുന്ന എല്ലാ കോഴ്സുകളെ പറ്റിയിട്ടും യൂട്യൂബ് കാണുന്ന പുതിയ ആൾക്കാരോട് നമ്മുടെ കോഴ്സുകളെ പറ്റിയിട്ടൊക്കെ ഡീറ്റെയിൽസ് ഒക്കെ താഴെ സ്ക്രോൾ ചെയ്ത് വരുന്നുണ്ടാവും. അല്ലെങ്കിൽ താഴെ നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ പോയാൽ നിങ്ങൾക്ക് കോഴ്സുകളെ പറ്റി ലിങ്കുകളും കാണാൻ പറ്റും. ഉടനെ തന്നെ നിങ്ങൾ വാങ്ങിക്കുക, നോക്കുക, കോഴ്സുകൾ എടുക്കുക, പ്രാക്ടീസ് ചെയ്യുക. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഡയറക്റ്റ്ലി നിങ്ങൾക്ക് അഡ്മിനെ വിളിച്ച് സംസാരിക്കാം. ഇതിന് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ടെങ്കിൽ ഞാൻ തന്നെ നേരിട്ട് നിങ്ങൾക്ക് വിളിച്ച് എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നതായിരിക്കും. നിങ്ങൾ എത്ര കാലം പഠിക്കുന്നു അത്രയും കാലം നിങ്ങൾക്ക് കാര്യങ്ങൾ പഠിപ്പിച്ചു തരാൻ ഞാനിവിടെ ഉണ്ടാവും മാത്രം ഓർമ്മിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ, നമുക്ക് പറയാം. മറ്റൊരാൾക്ക് എന്തെങ്കിലും ഗുഡ് ന്യൂസ് പറയുന്നുണ്ടെങ്കിൽ അതും കൂടി ഷെയർ ചെയ്തോളൂ. എല്ലാവരും അൺമ്യൂട്ട് ചെയ്യാം. താങ്ക് യു ഓൾ, താങ്ക് യു വെരി മച്ച്. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ. അൺമ്യൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇല്ലല്ലോ അല്ലേ? ആർക്കൊന്നും അൺമ്യൂട്ട് അല്ലേ? അൺമ്യൂട്ട് ആയിട്ടില്ല അല്ലേ? സോറി. ഉണ്ടോ? ആർക്കും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ലല്ലോ. ഓക്കെ, താങ്ക് യു. ക്ലീനിങ് ക്ലാസ് ഇനിയുണ്ടോ സാറേ? സാറേ എന്റെ ഗുഡ് ന്യൂസ്